ഞണ്ടക്കാട്ടച്ച, വിയാരിച്ച, കൊച്ചച്ച, മറ്റു പ്രിയപ്പെട്ട അച്ഛന്മാരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ 1-2 നിമിഷം കൊണ്ട് വേദപുസ്തകത്തിൽ നിന്ന് 2 തിരുവചനങ്ങൾ മാത്രം നിങ്ങളെ പരിചയപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ദിവസങ്ങളിൽ ഗ്രാൻഡ് മിഷൻ പ്രീച്ചിങ് നടത്തുകയാണല്ലോ. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ കൂടെ, നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ആളുകളെ ഒന്നുകൂടെ ദൈവത്തിൻ്റെ ആ വാംത്, ആ ചൂട് നൽകി സുവിശേഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. നമ്മൾ ഒന്നിച്ച് സഭയായിട്ട് ഇരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ആ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ പ്രായോഗികതയും ഉണ്ടാകും എന്ന് നമുക്ക് അറിയാമല്ലോ. നമ്മൾ നല്ല കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കുന്നത് വചനം ശ്രവിക്കുമ്പോഴാണ്, കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോഴാണ്, വചനം ആഘോഷിക്കുമ്പോഴാണ്, പരിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുമ്പോഴാണ്, വചനം നമ്മൾ പഠിക്കുമ്പോഴാണ്, ദൈവശാസ്ത്ര ക്ലാസ്സുകളിൽ ഇരുന്ന് ആഴമായിട്ട് നമ്മൾ വിശകലനം നടത്തുമ്പോഴാണ്, 4-മതായിട്ട് വചനം ജീവിക്കുമ്പോഴാണ്. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ആ മേഖലയിൽ നമ്മൾ വചനം കൊണ്ടു നടക്കുന്നവരെ പോലെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഗ്രാൻഡ് മിഷന്റെ ലക്ഷ്യം അതാണ്. വചനം ശ്രവിക്കുക, വചനം ആഘോഷിക്കുക, വചനം പഠിക്കുക, വചനം ജീവിക്കുക. അപ്പോഴാണ് നമ്മൾ ഗ്രാൻഡാകുന്നത്, വലുതാകുന്നത്, ശ്രേഷ്ഠതയുള്ളതാകുന്നത്, നിലവാരമുള്ളതാകുന്നത്. അത്തരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു പരിശ്രമം രൂപത ഒന്നാകെ നമ്മൾ നടത്തുന്ന നിമിഷങ്ങളാണല്ലോ ഇത്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ച് ഒരു ദിവസം മാത്രമേ ഓരോ ഇടവകയ്ക്കുമുള്ളൂ. ആ അവസരമെല്ലാം ദൈവത്തിൻ്റെ വചനം കൂടുതൽ കേൾക്കാനുള്ള അവസരമായിട്ട് മാറ്റണം. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞല്ലോ, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ഈശോയെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വെറുതെ നമുക്ക് കിട്ടുകയില്ല. വെറുതെ ഒരു 4 കവല പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതുമല്ല. മിശിഹായെക്കുറിച്ചുള്ള ആ പ്രസംഗങ്ങളിൽ നിന്നാണ് നമുക്ക് വിശ്വാസത്തിന്റെ ആഴങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ഈ ദിവസങ്ങളിൽ പള്ളിയിലെത്തുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്ന ആ അധ്യായത്തിൽ നിന്ന് ഒരു തിരുവചനം, ഓരോ തിരുവചനവും ഓരോ സ്ഥലത്ത് ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുകയാണ്. ആ അധ്യായം നമുക്ക് പരിചയമുണ്ട്. ഭർത്താവും മറിയവും ലാസറും. ലാസർ രോഗിയാകുന്നു, പിന്നീട് മരിക്കുന്നു. കർത്താവ് അവരെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്ന് ആദ്യഭാഗത്ത് ഭർത്താവുമായിട്ട് നടത്തുന്ന ആ സംഭാഷണത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച തിരുവചനം ഇതാണ്. ഈശോ അവളോട് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്ത് എഴുന്നേൽക്കും. നീ ഇത് വിശ്വസിക്കുന്നുവോ? നമ്മൾ വിശ്വാസവർഷത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രഘോഷണമാണ്. അന്ന് മത്തായിക്ക് അത്ര പരിചയമില്ലാത്ത ഒരു കാര്യം ഈശോ പഠിപ്പിക്കുകയാണ്. നിന്റെ സഹോദരൻ ഉയർത്ത് എഴുന്നേൽക്കും. മരിച്ച് 4 ദിവസമായി, ശരീരം മണ്ണിനോട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും കർത്താവ് അഗാധമായ ഒരു വിശ്വാസത്തിലേക്ക് ആ സ്ത്രീയെ കൊണ്ടുവരികയാണ്. അതിനു മുമ്പ് മത്തായിയോട് പറഞ്ഞല്ലോ, നീ വിശ്വസിക്കുന്നു എങ്കിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ ഒരു ചേട്ടൻ ഉയർത്ത് എഴുന്നേൽക്കണമെങ്കിൽ അവന്റെ സഹോദരിക്ക് വിശ്വാസമുണ്ടായിരിക്കണം. അതാണ്
ഈശോ പഠിപ്പിക്കുന്നത്. നീ വിശ്വസിക്കുന്നെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും, അവന് ഉയർത്തെഴുന്നേൽക്കും. അതാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 26-ാമത്തെ തിരുവചനമായിട്ട് പറയുന്നത്. ഇത് നീ വിശ്വസിക്കുന്നുവോ? ആ ചോദ്യമാണ് കർത്താവ് ഇന്ന് നമ്മളോടും ചോദിക്കുന്നത്. പുനരുത്ഥാനത്തില്, നിത്യജീവനില്, നിത്യായുസ്സില് എല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ആഴമായ വിശ്വാസം നമുക്കുണ്ടോ? മനുഷ്യപുത്രൻ മടങ്ങി എത്തുമ്പോൾ ആ വിശ്വാസം നമുക്ക് കാണുമോ? ഈശോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച ആ ചോദ്യങ്ങള് ഇന്ന് നമ്മോടും ഇവിടെ വെച്ച് ആവർത്തിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ പ്രവേശിക്കുന്നില്ല. മർത്തായോട് ആ ചോദ്യങ്ങൾ ചോദിച്ച് വളരെ ആഴമുള്ള ദൈവശാസ്ത്ര ചിന്തകളിലേക്ക് ആ സ്ത്രീയെയും മറിയത്തെയും അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളെയും എല്ലാം കർത്താവ് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആദിമസഭ പ്രീച്ചിങ്ങിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുവിശേഷവും അതിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായവുമാണ് ഈ 11-ാം അധ്യായം. അത് വലിയൊരു അടയാളമാണ്. യോഹന്നാൻ നമ്മുടെ മുമ്പിൽ തരുന്ന 7 അടയാളങ്ങളിൽ ഏറ്റവും അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് പുനരുത്ഥാനത്തിന്റെ ആ വലിയ ചിന്തയിലേക്ക് ആ സ്ത്രീയെ കൊണ്ടുവന്ന് ആ സ്ത്രീയുടെ മുൻപിൽ വെച്ച് ലാസറിനെ ഉയർപ്പിച്ച് ആ സ്ത്രീയെ കൊണ്ട് പിന്നീട് വലിയ വിശ്വാസ പ്രഘോഷണത്തിന്റെ ആഴമായ ചിന്തകൾ പറയിപ്പിക്കുകയാണ്. അതാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മൾ വചനം കേട്ടതിനെ കുറിച്ച് ധ്യാനിച്ച് നമ്മുടെ മനസ്സിൽ ആഴപ്പെടുമ്പോൾ നമുക്കും അതുപോലെ പറയാനായിട്ട് സാധിക്കും. മർത്താവ് എത്രയോ വലിയ കാര്യമാണ് പിന്നീട് പറഞ്ഞു പിടിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര ഓരോ വാക്കും നമുക്ക് മണിക്കൂറുകൾ സംസാരിക്കാനുള്ളതാണ്. വരാനിരിക്കുന്ന യുഗത്തിലെ ക്രിസ്തു നീയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ടീച്ചിങ്, അതാണ് പ്രബോധനം. നമ്മുടെ ഈ ഗ്രാൻഡ് മിഷനിൽ ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിപ്പിക്കേണ്ടത് ദൈവവചനങ്ങളുടെ പതിപ്പിക്കൽ വഴിയാണ്. നമ്മുടെ മനസ്സ് നിറയെ തിരുവചനങ്ങൾ കൊണ്ട്, സുവിശേഷങ്ങൾ കൊണ്ട് നിറയ്ക്കണം. അതിനെക്കുറിച്ചാണ് പിന്നീട് നമ്മൾ ധ്യാനിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, വീട്ടിൽ സംസാരിക്കേണ്ടത്, പിള്ളേരെ കേൾപ്പിക്കേണ്ടത്, വീട്ടിൽ മുഴങ്ങേണ്ട ശബ്ദം അതാണ്. അത്തരത്തില് ദൈവവചനത്തോടുള്ള ഒരു പരിചയത്തിന്റെ ഏറ്റവും വലിയ അവസരമായിട്ട് മാറണം. കർത്താവ് പലപ്പോഴും ശിഷ്യന്മാരോട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കാര്യം അതാണല്ലോ, സൂചിക്കുഴിയിലൂടെ കടക്കുന്ന ഒട്ടകം. ആ സൂചിയും സൂചിക്കുഴിയും ദൈവവചനമാണ്, ഈശോയാണ്. അതിൻ്റെ മൂർച്ച, അതിൻ്റെ ബലം, അതിൻ്റെ ഋജുത്വം, വളവില്ലാതിരിക്കുന്ന അതാണല്ലോ സൂചി. ആ സൂചി ഈശോയാണ്. അതിൻ്റെ ഒരു ചെറിയ സുഷിരമാണ് സൂചിക്കുഴ. ആ ഈശോയാകുന്ന മൂർച്ചയുള്ള യന്ത്രത്തിന്റെ ഏറ്റവും നിസ്സാരമായ ആ കുഴയിലൂടെ കടക്കാൻ തക്കവണ്ണം നീ ചെറുതാകണം. ഒട്ടകം വേദപുസ്തക ഭാഷയിൽ പുറജാതിക്കാരാണ്, വിജാതീയരാണ്. ഒട്ടകം അതിന്റെ യജമാനനെ അനുസരിക്കും. അത് തലകുനിച്ചു കൊടുക്കും, കാല് നീട്ടിക്കൊടുക്കും, പുറത്ത് ചുവട് കയറ്റി വെക്കാൻ അനുവദിക്കും, യജമാനൻ പറയുന്നത് കേൾക്കും. വിജാതീയരായ ജനങ്ങള് ഈശോ പറയുന്നത് കേൾക്കും. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കും, അതാണ് ഈശോ പഠിപ്പിച്ചത്. പക്ഷേ നിങ്ങൾക്കത് അസാധ്യമാണ്. നിങ്ങളെപ്പോലെ വചനം കേൾക്കാൻ താല്പര്യമില്ലാതെ നിൽക്കുന്ന യഹൂദന്മാരോട്, സ്വന്തക്കാരോട് ഈശോ പറഞ്ഞതാണ്. ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതിലും പ്രയാസമാണ് നിങ്ങൾ. വിജാതീയര് സുവിശേഷത്തിലേക്ക് വരുന്നതിലും പ്രയാസമുള്ള കാര്യമാണ് എന്റെ ജനമായ നിങ്ങൾ ഈ മൂർച്ചയുള്ള സുവിശേഷം സ്വീകരിക്കുന്നു എന്നത്. ഇന്ന് നമ്മളോട് കർത്താവ് മൂർച്ചയുള്ള ഒരു തിരുവചനമാണ് മത്തായിലൂടെ പറയുന്നത്.
നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും, നീ ഇത് വിശ്വസിക്കുന്നുവോ? അത് ക്രിസ്തീയതയുടെ സൂചിയാണ്, സുവിശേഷമാണ്. അത് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് അതിൻ്റെ പുഴയിലൂടെ, അതിൻ്റെ സന്ദേശത്തിലൂടെ നമ്മൾ കിടക്കുന്നത്. നമ്മളിവിടെ കേൾക്കുന്ന പ്രസംഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിൻ്റെ ആ സന്ദേശത്തിലേക്ക് കൂടുതൽ അടുത്ത് വരുവാനുള്ള അവസരമായി മാറട്ടെ. നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പള്ളി നിറയെ ആളുകളുണ്ട്. വിചാരിച്ചൻ വളരെ താല്പര്യപൂർവ്വം നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കി ക്ഷണിച്ചുവെന്ന് ഈ നിറഞ്ഞ പള്ളി കാണുമ്പോൾ മനസ്സിലാകും. അച്ഛനെയും നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിച്ച് ആശീർവാദം നൽകി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും. ആമേൻ.